നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിച്ചേക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണിത്. എന്നാലും 15-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നതിന് ഇതുകൊണ്ട് അഷ്ടമേ ഹരദോ ബാലി എന്ന് പറയുന്നൊരു ദോഷമാണ് വരിക. അതായത് ബാലിക്ക് ഒളിയാൻ പേറ്റ രീതിയിൽ നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ നമ്മൾക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ലഗ്നാൽ 5-ാം ഭാവാധിപതിയും ധനാധിപതിയുമായിരിക്കുന്ന വ്യാഴമാണ് അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നതെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ 14-ാം തീയതി വരെയുള്ള സമയത്ത് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, ദാമ്പത്യ സുഖം അനുഭവിക്കാൻ സാധിക്കുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നടക്കുകയും സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെയാണ് 15-ാം തീയതി വരെയുള്ളത്. 15-ാം തീയതിക്ക് ശേഷമാണ് വ്യാഴത്തിൻ്റെ മാറ്റം, അതിനുശേഷമാണ് തടസ്സങ്ങൾ. അതുപോലെ തന്നെ ആണ് രാഹുകേതുക്കളുടെ ഒരു മാറ്റം വരുന്നുണ്ട്. 4-ാം ഭാവത്തിലേക്ക് രാഹു മാറുമ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക. അതുപോലെ ജോലിയുടെ കാര്യത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഇടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും 14-ാം തീയതിക്ക് ശേഷമുണ്ട്. അപ്പോൾ കർമ്മസംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടും ഈ 15-ാം തീയതിക്ക് ശേഷം അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിക്കാനും നാഗദോഷ പരിഹാരം വരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ശനി സഹായ സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് 5-ൽ നിൽക്കുന്നത്. 5-ാം ഭാവം ശനിക്ക് ഇഷ്ടസ്ഥാനം അല്ലാത്തത് കാരണം കൊണ്ട് തന്നെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം പ്രവൃത്തിയൊക്കെ കുടുംബസംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികളും മനോദുഃഖവും അനുഭവിക്കാൻ യോഗമുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. ലഗ്നാധിപതിക്ക് നീചാവസ്ഥയാണ് എങ്കിലും നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്താണ്, പക്ഷേ ബാധാസ്ഥാനത്ത് കൂടിയാണ്. അപ്പം ബാധാസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നത് 9-ലായത് കാരണം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ടെൻഷനാണ് മെയിനായിട്ട് ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യൻ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 15-ാം തീയതിക്ക് ശേഷം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഗ്നേയഗ്രഹമാണ് വൈധവ്യ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭിന്നത എന്നീ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ളൊരു യോഗമുണ്ട്. 5-ാം ഭാവാധിപതി 5-ാം ഭാവത്തിൽ 7-ാം ഭാവാധിപതി നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. തൊഴിലില്ലാത്തവർക്ക് തൊഴിലിനെ സംബന്ധിച്ചുള്ള രീതി ചിന്തിക്കുന്ന സമയത്ത് കർമ്മസംബന്ധമായിട്ട് അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. 14-ാം തീയതി വരെ തൊഴിൽ കിട്ടാനും എല്ലാ രീതിയിലും അനുകൂലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും 14-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന തൊഴിൽ കിട്ടണമെന്നില്ല. മാത്രമല്ല തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒരു കാര്യവുമില്ലാതെ തൊഴിലിൻ്റെ കാര്യത്തിൽ ചെറിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസം സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.